ഓം ശ്രീ ചെറമ്പറ്റ ഭഗവതിയെ നമ. കിണാശ്ശേരി ശ്രീ ചെറമ്പറ്റ ഭഗവതി ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ പാലക്കാട് നഗരത്തിൽ നിന്നും 6 കിലോമീറ്റർ തെക്കുവശത്തായി പാലക്കാട് കൊല്ലങ്കോട് റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചെറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുതുശ്ശേരി ഭഗവതി, മണപ്പുള്ളി ഭഗവതി, കിണാശ്ശേരി ശ്രീ ചെറമ്പറ്റ ഭഗവതി, അതേപോലെ തന്നെ കണ്ണാടി ശ്രീ കുറ്റുകുളങ്ങര ഭഗവതി, ഇവരെല്ലാം സഹോദരിമാരാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന് നമ്മളുടെ അഷ്ടമംഗല്യ ദേവപ്രശ്നം 1977 നടത്തപ്പെട്ട അഷ്ടമംഗല്യ ദേവപ്രശ്ന പ്രകാരം 800 വർഷത്തിലധികം പഴക്കം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ സ്ഥാപകര് ചെറമ്പറ്റ മനക്കൽ നമ്പൂതിരിമാരായിരുന്നു ചെറമ്പറ്റ ഭഗവതി ക്ഷേത്രം സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ മൂലസ്ഥാനം ക്ഷേത്രത്തിന്റെ ഏകദേശം 150 മീറ്റർ വടക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പതിയിൽ തറവാടിനോട് അനുബന്ധിച്ചിട്ടാണ് ഇതിന്റെ മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം 1970കളിൽ വളരെ വല്ലാത്തൊരു ശോഷണ അവസ്ഥയിലായിരുന്നു. പിന്നീട് അത് 1979ലാണ് ഇതിന്റെ നവീകരണ പ്രവർത്തനം നടത്തിയിട്ട് 2 നേരത്തെ പൂജ എന്നുള്ള ആ ഒരു ഇതിലെത്തിയത്. അതിനുശേഷം 1998 വീണ്ടും ഒരു നവീകരണം നടക്കുകയും അതിന് ശേഷം ക്ഷേത്രത്തിൽ നിത്യ പൂജാരിയും മറ്റുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ടുള്ളൊരു പൂജാരി വരികയും 3 നേരത്തെ പൂജ നടത്തുകയും അതേപോലെ തന്നെ ക്ഷേത്രത്തിലെ പൂജാരിക്കും അതേപോലെ തന്നെ കഴകക്കാരനും താമസിക്കുവാൻ വേണ്ടിയിട്ടുള്ള ക്വാർട്ടേഴ്സും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. 2011 ഇവിടെ ധ്വജപ്രതിഷ്ഠ നടത്തി. ആ 2011 ശേഷം ഇവിടെ ആറാട്ട് മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ചിങ്ങമാസത്തിലാണ് ഇവിടുത്തെ പുത്തരി നടത്താറുള്ളത്. കന്നിമാസം തുലാം ആയിട്ട് നവരാത്രി ആഘോഷം നടത്താറുണ്ട്. അതേപോലെ തന്നെ മേടമാസത്തിൽ പുണർ നക്ഷത്രത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദേവീക്ഷേത്രമാണ്. എല്ലാവർക്കും അഭീഷ്ട വരദായിനിയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ വളരെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിനോട് വളരെ പ്രതിബദ്ധതയുള്ളവരും അതേപോലെ തന്നെ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളുകളാണ്. ഈ ഭഗവതിക്ക് വേണ്ടി ഇവിടെ ആരെല്ലാം എൻ്റെ സ്റ്റേജ് പ്രായത്തിലുള്ള സമപ്രായക്കായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഭഗവതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ തന്നെ നല്ല നിലയിൽ തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതെല്ലാം ഭഗവതിയുടെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഭക്തിയാദരപൂർവ്വം ചെറമ്പറ്റ ഭഗവതിയുടെ പാതാരങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ. തുണയേ ഗണേ മഹാലക്ഷ്മി, തുണയേ ഗണേ മഹാലക്ഷ്മി, തുണയേ ഗണേ വരദാംബികേ, തുണയേ ഗണേ വരദാംബികേ, തുണയേ ഗണേ ഹേമാംബികേ, തുണയേ ഗണേ ഹേമാംബികേ, തുണയേ ഗണേ ജഗദംബികേ, തുണയേ ഗണേ മഹാലക്ഷ്മി, തുണയേ ഗണേ തുണയേ ഗണേ. മൃദുഹാസമോടെ മലയാള ഭൂമി അവതാരമായി ഉയരും കരങ്ങൾ, മൃദുഹാസമോടെ മലയാള ഭൂമി അവതാരമായി ഉയരും കരങ്ങൾ, നിരവധ്യഗാനം ലയിക്കുന്നു മണ്ണിൽ അമരുന്നു ദേവി മണിദ്വീപവാസി, നിരവധ്യഗാനം ലയിക്കുന്ന മണ്ണിൽ അമരുന്നു ദേവി മണിദ്വീപവാസി.
മഹാലക്ഷ്മി തുണയേ ഗണേ വരദാംബികേ തുണയേ ഗണേ ഹേമാംബികേ തുണയേ ഗണേ ജഗദംബികേ തുണയേ ഗണേ മഹാലക്ഷ്മി തുണയേ ഗണേ തുണയേ ഗണേ. തുണയേ ഗണേ മഹാലക്ഷ്മി തുണയേ ഗണേ വരദാംബികേ തുണയേ ഗണേ ഹേമാംബികേ തുണയേ ഗണേ ജഗദംബികേ തുണയേ ഗണേ മഹാലക്ഷ്മി തുണയേ ഗണേ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നായ വേല മഹോത്സവം ഇവിടെ കുംഭമാസത്തിലാണ് നടത്തപ്പെടാറുള്ളത്. പുതുശ്ശേരി വേല ദിവസം ഇവിടെ കന്യാർ കൊള്ളുകയും അന്ന് മുതൽ 11ാമത്തെ ദിവസം ആയിട്ടുള്ള വ്യാഴാഴ്ചയാണ് വേല മഹോത്സവമായിട്ട് ഇവിടെ ആചരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഹരി നമ്പൂതിരി. സ്വദേശം കാസർഗോഡ് നീലേശ്വരം കുന്നത്തില്ലത്ത്. ഞാനിവിടെ ചെറുമ്പറ്റേക്കാവിൽ മേൽശാന്തിയായിട്ട് 6 വർഷത്തോളം ആയി. ഇവിടെ ഭദ്രകാളി പ്രതിഷ്ഠയാണെങ്കിലും ഭദ്രകാളി ശാന്തസ്വരൂപിണിയായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ. കിണാശ്ശേരി ചേർമ്പറ്റ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ കൊണ്ട് നടത്തുന്നത് ക്ഷേത്ര സംരക്ഷണ സമിതിയാണ്. ആ സമിതിയിലെ സെക്രട്ടറിയാണ് ഇപ്പോൾ. ഞങ്ങൾ ഈ 2 കൊല്ലം കൂടുമ്പോൾ ഇതിൻ്റെ ഭരണസമിതി കൂടി പുതിയ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക പതിവാണ്. ഇത് ഇപ്പോൾ ഞങ്ങളുടെ സാധാരണ രീതിയിൽ നടക്കാറുള്ളത്, ഇവിടെ ഉള്ളത് വേല മഹോത്സവം ദേശീയ ഉത്സവമായിട്ട് ഇവിടെ കൊണ്ടാടുന്നുണ്ട്. എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടാണ് വേല മഹോത്സവം നടക്കുന്നത്. മാർച്ച് മാസത്തിലാണ്. അതിനൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പുതുശ്ശേരി വേല വ്യാഴാഴ്ചയാണ്, അത് കഴിഞ്ഞ് മണപ്പുള്ളിക്കാവ് വേല വ്യാഴാഴ്ചയാണ്, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വ്യാഴാഴ്ചയാണ് ചേർമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം. പിന്നെ വരുന്നത് മേടമാസത്തിൽ വിഷുവാണ്. വിഷു കണി ഇവിടെ എല്ലാ കൊല്ലവും ഒരുക്കാറുണ്ട്. എല്ലാ ഭക്തജനങ്ങളും വന്ന് വിഷു കണി കാണുക പതിവാണ്. വിഷു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കർക്കിടക 1-ാം തീയതി രാമായണ മാസമാണ്. 30 ദിവസവും ഇവിടെ രാമായണ പാരായണം നടക്കാൻ പതിവുണ്ട്. ആ രാമായണത്തിൻ്റെ കർക്കിടക മാസത്തിലെ വാവ് കഴിഞ്ഞ് ഞായറാഴ്ചയാണ് ഇവിടെ അമ്പലത്തിൽ പുത്തിരി പായസം വയ്ക്കാറ്. അന്ന് എല്ലാവർക്കും പുത്തിരി പായസം ഇവിടെ ഒരു സ്ഥിരമായിട്ട് ചിട്ടയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ്. പുത്തിരി പായസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൃശ്ചിക മാസത്തിലെ പറവെപ്പാണ്. ഇതിപ്പോൾ പിന്നെ വൃശ്ചികം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആറാട്ട് മഹോത്സവമാണ്. നമ്മുടെ അമ്പലത്തിൽ നേരത്തെ പല നിത്യപൂജയ്ക്ക് പോലും ബുദ്ധിമുട്ടായിരുന്ന കാലത്തിന് ശേഷം ഈ പുനഃപ്രതിഷ്ഠയോട് കൂടിയിട്ട് അമ്പലത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കുന്നതും അതിനോടനുബന്ധിച്ചിട്ട് ഒരു ഭക്തൻ്റെ വഴിപാടായിട്ട് ഒരു കൊടിമരം വരികയും 2011 വളരെ ഞങ്ങളൊരു ആറാട്ട് കൊടിമരം സ്ഥാപിച്ച് അത് ആറാട്ട് മഹോത്സവമായിട്ട്
വരികയും ചെയ്തു. അങ്ങനെ 2011 ശേഷം എല്ലാ വർഷവും ആറാട്ട് മഹോത്സവം നടത്തി വരാറുണ്ട്. ആറാട്ട് മഹോത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് വേലമഹോത്സവം. അങ്ങനെ ഒരു വർഷത്തിൽ വരുന്നതാണ്. ഇതിനിടയ്ക്ക് 2-3 ചടങ്ങുകൾ വരുന്നതിനാൽ ഉപദേവന്മാർക്കുള്ള പൂജകളാണ്. അപ്പോൾ വേല കഴിഞ്ഞിട്ടുള്ള അടുത്ത ഞായറാഴ്ച ഭൈരവന്മാർക്കുള്ള അവിടെ ഒരു കുരുതി പൂജ നടത്താൻ പതിവുണ്ട്. പിന്നെ ഇപ്പോൾ വിനായക പ്രതിഷ്ഠ ഈ ആറാട്ടിന് ശേഷം ഈ ദേവപ്രശ്നത്തോടു കൂടി ഗണപതിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നനുസരിച്ച് ഇവിടെ ഗണപതി പ്രതിഷ്ഠ നടക്കുകയും എല്ലാ മലയാള മാസം ആദ്യത്തെ ബുധനാഴ്ച ഇവിടെ ഒറ്റയപ്പം ഉള്ള ഒരു വഴിപാടായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പതിയിൽ ധർമ്മദൈവങ്ങളുടെ സന്നിധിയാണ്. വാസ്തവത്തിൽ ഇത് ആദ്യം നാഗാരാധന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പ്രശ്നപ്രകാരമാണ് ചേമ്പറ്റമ്മയുടെ മൂലസ്ഥാനം ഇവിടെ ഉണ്ടെന്നും അതിൻ്റെ ശക്തി ഇവിടെ ഉണ്ടെന്നും അയ്യപ്പൻ്റെ ശക്തി ഉണ്ടെന്നും നമ്മൾ കണ്ടത്. അതിനുശേഷമാണ് മൂലസ്ഥാനം ഈ കാണുന്ന ഈ കെട്ടിടം പണിയുകയും അതിനുശേഷം അയ്യപ്പനെയും ലോകപരമേശ്വരെയും കുടിയിരുത്തുകയും ചെയ്തത്. നാഗദൈവങ്ങൾ ഇത് പണ്ട് മുതലേ ഉള്ള ഒരു നാഗദൈവങ്ങളാണ്. ഇവിടെ എല്ലാ മാസവും മാസപൂജ നടത്താറുണ്ട് ഓരോ ഭക്തരുടെയും വകയായിട്ട്. വർഷത്തിലൊരിക്കൽ ഇവിടെ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനം മെയ് മാസത്തിൽ അത്തം നക്ഷത്രത്തിൽ നടത്താറുണ്ട്. അന്ന് എല്ലാ പൂജാവിധികളും വൈകുന്നേരം അയ്യപ്പൻ പാട്ട്, രാത്രി ഒരു കളംപാട്ട്. മുൻപ് 5 കളംപാട്ട് നടത്തിയിരുന്നവിടെ ഇന്നിപ്പോൾ ഒരു കളംപാട്ടായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. കാരണം അംഗസംഖ്യകളുടെ കുറവും മറ്റുള്ള പല പ്രശ്നങ്ങളും കാരണം ഒരു കളമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. എങ്കിലും എല്ലാവരും ഒത്തുകൂടി ആ ദിവസം വളരെ ഭംഗിയാക്കാറുണ്ട്. എല്ലാം ഇത് ചേർമ്പറ്റ ഭഗവതിയുടെ ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി ചേർമ്പറ്റ മനയ്ക്കൽ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്കായിട്ട് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ നമ്പൂരി മുത്തശ്ശനെ നമ്മൾ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും പാൽപ്പായസം വെച്ച് നിവേദിക്കുകയും ആചരിക്കുകയും ചെയ്യാറുണ്ട്. അതിൽ കൂടുതലൊന്നും എല്ലാ പൂജകളും എല്ലാ മാസവും ചെയ്യാറില്ല. വർഷത്തിൽ ഒരിക്കൽ പാൽപ്പായസം വെച്ചിട്ട് പൂജ ചെയ്യാറുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗമനം പറഞ്ഞാൽ ഞാൻ കുഞ്ഞിലേ കണ്ട് വളർന്നതാണ്. ഇപ്പോൾ എത്രയും നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ നാരായണീയം നടക്കാറുണ്ട്. നാരായണീയം പറഞ്ഞു കഴിഞ്ഞാൽ വേദമന്ത്രങ്ങളിലൂടെയാണ് ഞങ്ങളുടെ നാരായണീയ ക്ലാസ് പോകുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം 5 മണിയിൽ നിന്ന് 6:30-7 മണി വരെ ലളിതാ സഹസ്രനാമ സ്തോത്രമുണ്ട്. ആദ്യത്തെ വെള്ളിയാഴ്ച വിളക്ക് പൂജയുണ്ട്. അത് വിത്ത് ലളിതാ നാമാർച്ചനയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി കളിക്കുന്നുണ്ട്. അത് ഒരു ഗ്യാങ് ഉണ്ട്. അത് ഇവിടെ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ സമയത്ത് മാത്രമേ അത് കളിക്കാറുള്ളൂ. പിന്നെ എൻ്റെ പേര് അമ്പാടി നാരായണീയ ഏകോപന സമിതിയുടെ ആചാര്യൻ സതീഷ് അമ്പാടിയാണ്. ആധ്യാത്മികമായിട്ടുള്ള പേര് ശ്രീമദ് നാരായണീയ അമൃതനന്ദനാഥ് എന്നാണ്. ആധ്യാത്മികമായിട്ട് 40 വർഷത്തോളം ഈ നാരായണീയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.